ഹലോ ഗായ്സ്, നമ്മൾ ഇന്നുള്ളത് കൊത്തഗിരിയിലാണ്. സോ ഇവിടെ ഇപ്പോൾ കുറച്ചും ഭയങ്കര മഞ്ഞടിച്ച് കയറിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, കോട ഉണ്ടായിരുന്നു. അവരുണ്ടൊരു ഇതാ ചായ കുടിക്കാൻ പോയിരിക്കുന്നു. ചായ കടി വൈബാണ്. ഞാനിവിടെ ഒരു ടീ പ്ലാന്റേഷൻ്റെ മുകളിൽ, റോഡ് സൈഡിൽ തന്നെ ടീ പ്ലാന്റേഷൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് വൈബ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ് യു ക്യാൻ സീ നല്ല വ്യൂ ആണ്. റോഡ് ഇങ്ങനെ വളഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ട്. അവിടെ ചെറിയ വില്ലേജ് പോലെ തോന്നും. കുറച്ച് വീടും പരിപാടീസൊക്കെ. ഇവിടെ ഫുൾ ടീ പ്ലാന്റേഷൻ ആൻഡ് ദർ ആർ സം മൗണ്ടെയിൻസ്. പക്ഷെ ആ കാണുന്ന ലൈക്ക് മേഘം ഷേപ്പിൽ, ഇറ്റ്സ് നോട്ട് മേഘം, ഇറ്റ്സ് ആക്ച്വലി കോട. അവിടെ കോട മൂടി കിടക്കായിരുന്നു. നേരത്തെ കോട അടിച്ച് കയറിയതാണ്. പക്ഷെ ഇപ്പോൾ അത് പോയി. ആൻഡ് ലുക്ക് അറ്റ് ദ റോഡ്. നല്ലൊരു വൈബില് പച്ചപ്പും നീലയും എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു അടിപൊളി വ്യൂവിൻ്റെ സൈഡിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് നമ്മളിന്ന് 2 സ്ഥലമാണ് കവർ ചെയ്യുന്നത്. ആക്ച്വലി ഇന്ന് ദിവാലി ആയിട്ട് ചേട്ടനും നേരത്തെ പോകണം. അപ്പോൾ നമ്മൾ 2 സ്ഥലമാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു കാത്തറിൻ ഫോൾസ് ഉണ്ട്, പിന്നെ സം വ്യൂ പോയിന്റ്. അതെന്താണെന്ന് നോക്കിയിട്ട് പറയാം. ഹലോ ഗായ്സ്, നമുക്ക് പായി ചായ കുടിച്ച് വൈബടിക്കണം കാണാൻ പറ്റും. മിസ്മയോടെ മാഗി തിന്ന് വൈബടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു, മാഗി ഇഷ്ടപ്പെട്ടു. കൊത്തഗിരിയിലാണ്. അശ്വിൻ്റെ മാഗിയാണോ? അശ്വിൻ്റെ മാഗി ഇല്ല, ഇത് നോർമൽ മാഗിയിൽ കുറച്ച് ഉള്ളിയും മുട്ടയൊക്കെ ഇട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഓക്കെ, വ്യൂ കാണിച്ചു തരാം. ഇതാണ് വ്യൂ. താഴത്തുനിന്ന് കോട ഇങ്ങനെ കയറി വരും. ഇത് കണ്ടോ, കുറച്ച് കയറി വേണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഇവിടെ ബേസിക്കലി വണ്ടി നിർത്തി ഞങ്ങൾ ഇതിൽ കൂടെ പോകുമ്പോൾ ജസ്റ്റ് വൈറ്റ് കളർ വേണ്ട, വൈറ്റ് കളർ മാത്രം. അവള് തിന്നാൻ പോയി ഗൈസ്. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഫുൾ വൈറ്റ് കളറായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ഇവിടെ വന്നപ്പോ മുതൽ റോഡ് സൈഡിൽ ഇറങ്ങി ചായ കുടിക്കണം, ഒരു വ്യൂ ഒക്കെ കണ്ടെന്നുള്ളൊരു വൈബ് അടിക്കണം എന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പൊ ചാടി ഇറങ്ങി വിസ്മയപ്രയം കാറിൽ നിന്ന് ഇറങ്ങി ഇതും സൂര്യൻ വന്നതും ഒരുമിച്ചായിരുന്നു. എല്ലാ കോടയും പോയി. പക്ഷെ ഇതാ കേറി വരുന്നുണ്ട്, നമുക്ക് കാണാം. ഇത് ആക്ച്വലി കൊത്തഗിരി പോകുന്ന വഴിക്കൊരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര കോടയും ആ മഞ്ഞും എല്ലാം കൂടെ കണ്ടപ്പോൾ നിർത്താൻ തോന്നിയതാണ്. അങ്ങനെ നിർത്തി ചായ കുടിച്ച് പോകുന്നതാണ്. സോ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ആ വ്യൂ പോയിൻറ്റിലുള്ളത് നമുക്ക് കാണാം. ഈ വ്യൂ പോയിൻ്റ് ജസ്റ്റ് ലൈക്ക് എനി അതർ വ്യൂ പോയിൻറ്റ്. ഇവിടെ ലൈക്ക് മുകളിൽ നിന്നിട്ട് കുറേ വ്യൂ കാണും. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് കോട ഉണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പം അതൊരു നല്ല വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. ആൻഡ് പ്ലേസ് ഇസ് പ്രിറ്റി ഗുഡ്. ആൻഡ് അടുത്ത് നമുക്ക് പോകാനുള്ളത് കാത്തറിൻ ഫോൾസ് ആണ്. ഈ കാണുന്നതാണ് ഗൈസ് വാട്ടർഫോൾ. വെള്ളം മാത്രം കാണുന്നു ഇതിനകത്ത്. അതിൻ്റെ അടുത്ത് പോകാൻ അവർ സമ്മതിക്കത്തുമില്ല. ഇതാണ് ആക്ച്വലി കിട്ടുന്ന ചെറിയൊരു വ്യൂ. വലിയ കാര്യമൊന്നുമില്ല, ഒച്ചയേക്കാം. ഈ കുടിലിൻ്റെ ഉള്ളിലാണ് നമ്മളിട്ട് കാണിക്കുന്നത്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. അങ്ങോട്ട് നോക്കുമ്പോൾ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ആ കാണുന്ന മലേൻ്റെ മേളിൽ നിന്നാണ്, അതായത് ആ അറ്റത്തെ സൈഡിൽ നിന്നാണ് നമ്മൾ ഇന്നലെ വ്യൂ കണ്ടത്. ഈ സെയിം ഫോൾസ് തന്നെ. അവിടെ ഇതിന് ഡോൾഫിൻ നെക്സ്റ്റ് പറയും, ഇവിടെ കാത്തറിൻ ഫോൾസ്. അങ്ങനെ വാട്ടർഫോൾ അടുത്ത് കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളെ വേറെ ഒരു വാട്ടർഫോളിലോട്ട് കൊണ്ടുപോയി. വാട്ടർഫോളിൻ്റെ പേര് പുള്ളിക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല, കറക്റ്റ് സ്പോട്ടില്ല. ജസ്റ്റ് ഒരു ഊഹം വെച്ചിട്ട് പുള്ളി പോയതാണ്. ജസ്റ്റ് ദൂരത്തുനിന്നേ കാണാൻ പറ്റുള്ളൂ, അടുത്ത് പോകാൻ പറ്റിയില്ല. ഇവിടുത്തെ പൈസനൊക്കെ പാവാണോ?
ഇന്നത്ര സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം കുറേ ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രാവലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഈ 3 സ്പോട്ടോട് കവർ ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് വന്നു. പിന്നെ ഇവിടെ പായുടെ കുറച്ച് കലാപരിപാടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ദിവാലിയാണ്. അപ്പോൾ ദിവാലിയുടെ പടക്കം പൊട്ടിക്കുക, അങ്ങനത്തെ പുത്തിരി പൊട്ടിക്കുക, അങ്ങനത്തെയൊക്കെ ഒരു പ്ലാനിലാണ് ഞങ്ങൾ വന്നത്. എന്നിട്ട് നൈറ്റ് ഞങ്ങളതെല്ലാം പൊട്ടിച്ചു. സോ ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ. നാളെ രാവിലെ 10 മണിക്ക് ഞങ്ങൾക്ക് ബസ്സുണ്ട് തിരിച്ച് ബാംഗ്ലൂർക്ക്. അപ്പോൾ ഞങ്ങളുടെ നീലഗിരി സീരീസിലെ അവസാനത്തെ വീഡിയോ ആണ് ഇത്. ആൻഡ് ഹോപ്പ് യു ഗൈസ് ഓൾ എൻജോയ്ഡ് ഇറ്റ്. ഇനി അടുത്ത വീഡിയോസായിട്ട് കാണാം. ഇതേപോലെ മോർ ട്രാവൽ വീഡിയോസ് നമുക്ക് കാണാം. അതുവരെ ബൈ.